സാധാരണ ഇൻസ്പെക്ഷൻ തുടങ്ങിയാൽ അത് കഴിഞ്ഞു കിട്ടുന്നത് വരെ ഒരു തലവേദന തന്നെയാ. ഇത്തവണ വാര്യർ സാർ ആയതുകൊണ്ട് നമ്മൾ ആ സ്ട്രെയിൻ അറിഞ്ഞില്ല, അല്ലേ രാഘവ? അത് പിന്നെ പ്രത്യേകിച്ച് വാര്യർ സാറിന് നമ്മളെയൊക്കെ വിട്ടുപോകാൻ വിഷമമുണ്ട്, കണ്ടാൽ അറിയാം. അല്ല, നമ്മുടെ രാധയ്ക്ക് എന്ത് പറ്റി? 2 ദിവസത്തെ ലീവാണല്ലോ. വാര്യർ സാർ പോകുന്നവർ അറിഞ്ഞു കാണില്ല, അല്ലെങ്കിൽ വരേണ്ടതാണല്ലോ. സോ താങ്ക് യു സാർ. ഓക്കെ രാഘവ, സാറിനെ ഒന്ന് ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ. ഓ വേണ്ട. വഴിക്ക് കുഞ്ഞിനെ കണ്ട് വിവരം പറഞ്ഞിട്ട് പോരണമെന്ന് കരുതിയതാ. താമസിക്കുന്ന സ്ഥലം അറിയണ്ടേ? ഞാൻ അവിടെ ചെല്ലുമ്പം പെട്ടി സാധനങ്ങളും അടുക്കുക. വീടൊഴിയാണ്. ശമ്പളം ബാക്കി എത്രയാന്ന് വെച്ചാ വാങ്ങിച്ചോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഇത്രമാത്രം ചോദിക്കാനായിട്ട് എന്താ ഉണ്ടായേ? ഞാനൊന്ന് ചോദിച്ചേ ഉള്ളൂ. കടിച്ചു കീറാനാ വന്നേ. വീടെടുത്ത് തരാനും ജോലിക്ക് ആളെ ഉണ്ടാക്കാനും എന്ത് തിടുക്കായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴല്ലേ മനസ്സിലാവുന്നേ. വൃത്തികെട്ട മനുഷ്യൻ. നിങ്ങളൊരു സ്ത്രീയല്ലേ, കൂട്ടുവന്നല്ലോ ഇതിനൊക്കെ. എന്താ കാര്യമെന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെ? അറിഞ്ഞിടത്തോളം മതി. ഒരിക്കലും ഈ വർഗത്തെ വിശ്വസിച്ചതിന്റെ പേരില് ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. ഭംഗിവാക്ക് സ്നേഹവും പറഞ്ഞ് അടുക്കുന്നവരുടെ ഒക്കെ ഉള്ളു ഒന്ന് തന്നെയാണെന്ന് ഇതോടെ ഉറപ്പിച്ചു. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇനി ഒരിക്കലും അയാളുടെ മുഖം കാണാൻ ഇടവരില്ലെന്ന്. പറഞ്ഞേക്ക് അയാളോട്. എന്തായാലും ഒരു കയ്യബദ്ധം പറ്റി, മറന്നേക്ക്. അതതിന്റെ പാട്ടിന് ജീവിച്ചോട്ട്. നീ ഇതെന്തു ഭാവിച്ച എന്റെ ശേഖര? എന്തൊക്കെയാ ഞാൻ ഈ കേക്കണേ? നീ ഒരു പെണ്ണിനെ വീടെടുത്ത് താമസിപ്പിച്ചേക്കുന്നോ? അവക്ക് കൂട്ടിന് നാണിയമ്മ എഴുന്നള്ളിച്ചേക്കുന്നോ? ഇനി ഞങ്ങളാരും അറിയാണ്ട് നിന്റെ കല്യാണം വരെ കഴിഞ്ഞോന്നാ എനിക്കിപ്പോ സംശയം. 4 പേരറിയ ഒരു പുടവ കൊടുത്തിട്ടാകായിരുന്നല്ലോ അളിയന്. നമ്മളെ അറിയിച്ച ഏട്ടന്റെ സ്വത്ത് മോഹിച്ച് നമ്മൾ തടസ്സം നിന്നാലോ? നെടുമ്പ്രാശ്ശേരിക്കാർ വലിയ പാരമ്പര്യമുള്ള തറവാട്ടുകാരാണെന്നാ കേൾവി. കഷ്ടം. നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാതെ നീ അവളെയും കൂട്ടിക്കൊണ്ടുപോവാ. ഇവിടെ ആരും തടസ്സം നിൽക്കാൻ പോകുന്നു. ശേഖര, എവിടേക്കാ പോകാനിപ്പോ? വേറെ ഇടം കാണുമേ. എന്തേ രാധ പെട്ടെന്ന് ഇങ്ങനെ ലീവ് എടുക്കാൻ? എനിത്തിങ് പർട്ടിക്കുലർ? കുറെ ലീവ് ബാക്കിയുണ്ടല്ലോ, എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്നേ? ചില സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. ഓക്കെ, ആസ് യു വിഷ്. നിക്ക് പോയിടാതെ കോഫി കുടിച്ചിട്ട് പോവാം. കുടിച്ചാൽ മാത്രം പോരാ, നന്നായിരിക്കുന്നൊരു കോംപ്ലിമെന്റ് കൂടി എഴുതി കൊടുക്കേണ്ടി വരും കേട്ടോ. ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോ. എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? നിർമ്മാല്യൊക്കെ ഭംഗിയായിട്ട് തൊഴുതോ? എന്റെ വാരരെ, ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചെന്തിനാ? നിങ്ങളൊരു സ്ത്രീക്ക് വീടെടുത്തു കൊടുത്തു, നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് കൂട്ടിനുമാക്കി. ഇപ്പതേ അവരെയും കൊണ്ട് ഗുരുവായൂർക്കും പോയി. ഇതൊക്കെ ആ പരമനായരും ബ്രോക്കർ പിള്ളയൊക്കെ പറഞ്ഞിട്ട് വേണ്ടി വന്നല്ലോ, ഞങ്ങൾ അറിയാം. സാറേ, ഇവരുടെ കാര്യം പോട്ടെ. ഞാനല്ലേ സാറിന് ആദ്യം ഒരു ചാല് വെട്ടി തന്നത്? എന്നോടല്ലേ സത്യം തുറന്നു പറയായിരുന്നല്ലോ. പുതിയ ബന്ധങ്ങൾ വന്നപ്പോ നമ്മളൊക്കെ അന്യന്മാരായി. ഇനി എന്നാണോ വീട് ഒഴിഞ്ഞു തരാൻ പറയാ? ഇനിയെങ്കിലും ഞങ്ങളോടും തുറന്നു പറ. ശരിയാണോ സാറേ? സാറേ, കേൾക്കാനുള്ള കൊതിയുണ്ടാ? ശരിയാ. ഞാനൊരു സ്ത്രീക്ക് വീടെടുത്തു കൊടുത്തു, ഗുരുവായൂർക്ക് കൊണ്ടുപോയി മുറി എടുത്ത് താമസിപ്പിച്ചു. എന്താ പാടില്ലേ? ഇയാളെന്താ കടിച്ചു കീറാൻ പറയണേ?
എവിടെയോ പ്രശ്നമുണ്ട്. മോസ്കോയില് ഒന്ന് വായിച്ചേ. മോസ്കോയിൽ. ഗുഡ് മോർണിംഗ്. മോസ്കോയിൽ പേപ്പറിൽ എന്താ വിശേഷിച്ച്? ഇന്നലെ ഞാൻ അല്പം ക്ഷോഭിച്ചു പോയി. ഞാനും നിങ്ങളും തമ്മിലാവുമ്പോ അത് വേണ്ടായിരുന്നു, പാടില്ലായിരുന്നു. സോറി. നിങ്ങൾ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ അതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? അലോഹ്യൊന്നും തോന്നരുത്. നിങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട്. അതിനിപ്പോ ഇവിടെ ആർക്കാ അലോഹ്യുള്ളത്? അതൊക്കെ അപ്പോഴേ മറന്നു കഴിഞ്ഞില്ലേ? പറയാനുള്ളതാണെങ്കിൽ ആര് പറയും. സന്ധ്യല്ലേ? വേണമില്ലേ? ഉണ്ടല്ലോ. വേണട്ടാ, വന്നേ. ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ ഞങ്ങളുടെയൊക്കെ കാര്യം. അയൽവാസികളാ, ഇവിടെ ഇവരാണ് ഞങ്ങൾക്ക് ആകെ കൂടിയുള്ളൊരു സഹായം. ചേച്ചിയാ.